ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രയാഗ്രാജിലെ മറ്റ് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സംഗമത്തിൽ പോയി കുളിച്ചതിൻ്റെ പിറ്റേ ദിവസം അതിനടുത്ത് തന്നെ ഒരു മേള നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മേള കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഖാദി ഉൽപ്പന്നങ്ങളുടെ മേളയായിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെയായി കുട്ടികൾക്ക് കളിക്കാനുള്ള വില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുമോന് ജയൻറ്റ് വില്ലിൽ കയറണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിലൊക്കെ കയറ്റി കറക്കിയതിന് ശേഷം അവർ വരികയാണ്. ഇതല്ലാതെ ഒന്ന് രണ്ട് ഗെയിമിലുമൊക്കെ പങ്കെടുത്തു. തോക്ക് കൊണ്ട് ബലൂൺ പൊട്ടിക്കുന്ന ഗെയിമിൽ മോന് കുറേ ബലൂണൊക്കെ പൊട്ടിച്ചിരുന്നു. പകൽ സമയമായിരുന്നെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു, തണുത്ത കാറ്റായിരുന്നു. ഇവിടെ തുറസായ സ്ഥലമായതുകൊണ്ട് തണുത്ത കാറ്റടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്കിനി നാളെയാണ് പോകേണ്ടത്. അപ്പോൾ ഇന്ന് ടൈമുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി കാണാമെന്ന് കരുതി ഞങ്ങളൊരു വണ്ടി പിടിക്കാനായിട്ട് റോഡിലേക്ക് ഇറങ്ങി. ഈ കുംഭമേളയ്ക്ക് വിദേശികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ മേള കാണാനും ഒക്കെ എത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു വണ്ടി പിടിച്ച് ഒന്ന് രണ്ട് സ്ഥലത്തൂടി പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇത് കുംഭമേളയുടെ ഒരു ഫ്ലെക്സ് റോഡിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി. ഞങ്ങൾ അതിലേക്ക് കയറി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, വിദേശികൾ ഞങ്ങളവിടെ വണ്ടിയിലുണ്ടായിരുന്നു. ഇപ്പോഴത് ഓപ്പണായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതും സംഗമത്തിലോട്ടൊന്നും പോകുകയില്ല, അതിന് കുറച്ച് ഇപ്പുറമുള്ള ഭാഗത്ത് നിർത്താമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കയറിയത്. ത്രിവേണി സംഗമത്തിൽ കുളി കഴിഞ്ഞതിന് ശേഷം വരുന്ന ആൾക്കാരും റോഡിൻ്റെ ഇരുവശവും നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ 12 വർഷത്തിന് ശേഷം ഉള്ള കുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ 3 വർഷത്തിലൊരിക്കലും കുംഭമേള നടക്കാറുണ്ട്. അത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെച്ചാണ്. ഇവിടെ 45 ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു സംഗമസ്ഥാനത്തിലുള്ള സ്നാനം നടക്കും. അമൃത സ്നാനം എന്നാണ് ഇതിന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസം മകരസംക്രാന്തി ദിനമായ ഇന്നലെയായിരുന്നു. പ്രയാഗ്രാജിലെ കുംഭമേള കൂടാതെ ഉജ്ജയിൻ, നാസിക്, ഹരിദ്വാർ എന്നിവിടങ്ങളിലും 3 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കാറുണ്ട്. അതിനും ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. പാലാഴി മദനവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ കുംഭമേളയുടെ തുടക്കത്തിന് കാരണം. അമൃത കുംഭത്തിൽ നിന്നും അമൃത് 4 സ്ഥലങ്ങളിൽ പതിച്ചു എന്നും അത് 12 വർഷം കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രഭാവം ഈ നദീതടങ്ങളിൽ വരുന്നതെന്നും ആണ് വിശ്വാസം. അങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ അമൃത സ്നാനം നടത്തുന്നത്. ഈ ഒരു അമൃത സ്നാനം നടത്തുന്നത് വഴി നമ്മുടെ പാപങ്ങളെല്ലാം തീരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അക്ഷയവട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ ഒരു വൃക്ഷമുള്ളത് ശ്രീരാമൻ്റെയും സീതയുടെയും കാലത്തെ ഉള്ള ഒരു വൃക്ഷമാണ് ഈ കാണുന്നത്. അതിനടുത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ദൂരെ നിന്നാണ് ഞങ്ങൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തത്. അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകാമെന്ന് കരുതിയെങ്കിലും അവിടെ വലിയ തിരക്കും ക്യൂ ഒക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം ഞങ്ങൾ തിരികെ പോകാനുണ്ടായത്. ഈ അക്ഷയവട്ടും അതിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളുമെല്ലാം ആർമിയുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ റെസ്ട്രിക്ഷനുള്ള സ്ഥലത്തൊന്നും ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ നടന്നു വേണം കാണാൻ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ നടക്കാനൊന്നും നിന്നില്ല. തിരികെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്.
അതിനുശേഷം ഭക്ഷണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരം അടുക്കാറായി. ഇനി ഞങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് താമസ സ്ഥലത്തിലേക്ക് പോകുന്നത്. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ പ്രയാഗ്രാജിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് എയർപോർട്ടിലെത്തിയതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഊബർ പിടിച്ചാണ് ഇങ്ങോട്ട് എത്തിയത്. ഇനി ഇവിടെ നിന്ന് 1 മണിക്കാണ് ഫ്ലൈറ്റ്. അതുവരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ലഗേജൊക്കെ ചെക്ക് ചെയ്തു. അത് ബാംഗ്ലൂരിലോട്ട് അയക്കും. ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായതുകൊണ്ട് എൻട്രൻസിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ടിക്കറ്റ് ചെക്കിംഗ് ആണ് നടക്കുന്നത്. അതവിടെ നോക്കിയതിന് ശേഷം ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിടും. ഫ്ലൈറ്റിനകത്ത് കയറുന്നതിന് മുൻപ് എയർപോർട്ടിൻ്റെ ചില ദൃശ്യങ്ങൾ ഞാൻ എടുത്തതാണ്. പ്രയാഗ്രാജിൽ നിന്നും ഞങ്ങൾ ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. ഹൈദരാബാദിൽ നിന്നാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ്. പ്രയാഗ്രാജിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ മുംബൈയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഫ്ലൈറ്റിൽ വന്നത്. തിരികെ ഞങ്ങൾ ഇവിടെ നിന്നും ഹൈദരാബാദിൽ നിന്നും ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഏതോ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ദൂര കാഴ്ചയായിട്ട് അത് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഫ്ലൈറ്റിനകത്തോട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലൊക്കെ കുറച്ച് തിരക്കുള്ളത് കാരണം സ്ലോയിൽ ഓരോരുത്തരകത്തോട്ട് കയറുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് നമ്പറൊക്കെ കണ്ടെത്തി ഞങ്ങളതിലിരുന്നു. ബെൽറ്റ് ഇടാനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബെൽറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പേടിയൊന്നും ഇപ്പോഴില്ല. അപ്പോൾ ഇവിടെ തണുപ്പൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഷാളൊക്കെ മൂടിയാണ് ഇരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 2 സീറ്റേ ഉള്ളൂ. മറ്റൊരു സീറ്റിൽ വേറൊരാളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കൊച്ചുമോൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് ഇരുന്നത്. പിന്നെ ഞാനിരുന്ന് ഉറങ്ങിപ്പോയി. ഫ്ലൈറ്റ് എത്താറായപ്പോൾ ഞാൻ ഉണർന്നത്. അപ്പോൾ പുറത്തെ ദൃശ്യങ്ങളൊന്നും കൂടുതലായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത് ഒരു ബസ് വന്ന് നിന്നു. അതിലോട്ട് കയറിയിട്ട് വിമാനത്താവളത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ബസ്സിലിരുന്ന് 1-2 ഫോട്ടോയൊക്കെ എടുത്തതാണ്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങൾ എത്തിയത്. ഇനി ഇവിടെ നിന്ന് 6 മണിക്കാണ് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ്. അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് പോയി. മൊബൈലിൻ്റെ ചാർജും തീരാറായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും പിന്നീട് എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത് ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായിരുന്നു. ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഞങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റിൽ തന്നെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 മണിക്കൂറിനകത്ത് ബാംഗ്ലൂരിലെത്തും. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. 8 മണിയാകുമ്പോഴേക്കും ബാംഗ്ലൂരിലെത്തും. ഞങ്ങൾ നാളെയാണ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റ് ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എയർപോർട്ടിൽ 8 മണിക്ക് ഞങ്ങൾ എത്തിയിരുന്നു. അവിടെ നിന്നൊരു ഊബർ വിളിച്ച് ഞങ്ങൾ മകൻ്റെ താമസ സ്ഥലത്തെത്തി. ഇനി നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിക്കും. ഇത് ഞങ്ങൾ പിറ്റേ ദിവസം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. മകനും കുടുംബവും ഞങ്ങളെ
അവരുടെ കാറിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായിട്ട് പോകുന്നു. ഇവിടെ നിന്നും വൈകിട്ട് 5 മണിക്കാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ 9 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തും. ഒരു അരമണിക്കൂറോളം ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ട്രെയിൻ വന്നത്. ഇനി നാളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് മൂത്ത മകൻ വണ്ടിയും കൊണ്ടുവരും. ഇവിടെ നിന്ന് ഞങ്ങളുടെ ട്രെയിൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനകത്ത് കയറി രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ മകൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിരുന്നു. ഇത് ട്രെയിനിൽ ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ്. ഇത് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വെയിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തതാണ്. ഇപ്പോൾ ആലപ്പുഴയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി 2-3 മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്തെത്തും. അങ്ങനെ ഒരാഴ്ചത്തെ ടൂറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്താറായിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മകൻ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വഴിയിലിറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.